pH ലെവലാക്കാനും ഇതിൽ പിന്നെ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ കറക്റ്റായിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ ഗുളിക പോലെ ഇരിക്കും. വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോഫ് ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുരുമുളക് കൃഷിയിൽ നമ്മൾ താങ്ങുകാല് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ താങ്ങുകാലാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതിൻ്റെ കൂടെ നമ്മൾ മണ്ണിൻ്റെ pH ലെവലാക്കുന്ന ഡോളോമെറ്റിനെ കുറിച്ചിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ 2 വെറൈറ്റി കുരുമുളകും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കുരുമുളക് കൃഷി എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. കുരുമുളകിൻ്റെയും കാപ്പിയുടെയൊക്കെ വീഡിയോസാണ് നമ്മളെ ഈ പെപ്കോഫ് ലാൻഡ് എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങൾക്ക് അധികവും കാണാൻ പറ്റുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. മുത്തുമണി എന്നുള്ള കുരുമുളകാണ്. നല്ല ചന്തമാണ് ഇത് കാണാൻ. നല്ല വെളുത്തു പോലെയുള്ള കുരുമുളകാണ്. ഉരുണ്ട ടൈപ്പ് അല്ല, കുറച്ചും കൂടി ഇതാ ഒരു കൂർത്ത ടൈപ്പാണ് കുരുമുളകിന്റെ ഒരു പ്രത്യേകത. 6.5 ഇഞ്ച് വലിപ്പം ഉണ്ടാവും ഈ കുരുമുളകിന്. ഇതിന്റെ ഇലകൾ ഇതേപോലെയുള്ള ഇലകളാണ്, ചെറിയ ഇലകളാണ്. ഇലകൾ കരിമുണ്ടന്റെ ഇല പോലെ തന്നെ ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും ഇലക്ക്. നീണ്ട ടൈപ്പ് ഇല. ഇത് നമ്മൾ ചോല വെട്ടിയപ്പോൾ അതിന്റെ മോൾ ഭാഗം കട്ടായി പോയി. അപ്പോൾ ഇതിന് ഗ്രാഫ്റ്റിങ്ങിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അതൊരു നല്ല ഭംഗിയുള്ള മുത്തുമണീൻ്റെ അതിൻ്റെ ഭംഗി നോക്കൂ. ഇത് ഞങ്ങൾ ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുകയാണ്. ഗ്രാഫ്റ്റ് ചെയ്യാനാണ് മുത്തുമണീൻ്റെ എടുക്കുന്നത്. ഇത് നമ്മൾ കുറ്റിക്കുരുമുളക് ആയിട്ടല്ലേ? അല്ല, ഇത് കേറ്റവള്ളി, ഇത് കുറ്റിക്കുരുമുളക്. കേറ്റവള്ളിക്ക് ഇതാതുണ്ടോ? കേറ്റവള്ളിക്ക് ഇങ്ങനെയുള്ള ഇതുണ്ടാവും, പറ്റുവേര് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് പറ്റുവേരില്ല, ഇത് നമുക്ക് അതിൻ്റെ ശിഖരങ്ങളാണ്. ഇത് നമുക്ക് കുറ്റിക്കുരുമുളകിനായിട്ട് എടുക്കാം. കുറ്റിക്കുരുമുളകായിട്ട് ഇതാണ് വയനാടൻ മുണ്ടി എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി. ഇതിലിപ്പോൾ കുരുമുളക് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. വയനാടൻ മുണ്ടീൻ്റെ ഇപ്പം നമ്മളിതാ കണ്ണികളായി. വയനാടൻ മുണ്ടിയിൽ തിരിയിടാൻ കണ്ണികളായിട്ടുള്ളൂ. കിട്ടുന്ന നമ്മൾ അധികം വള്ളികൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ. മുകളിൽ കയറി എടുക്കുക, അല്ലെങ്കിൽ താഴെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് മുകളിൽ കയറി എടുത്തൊരു വള്ളിയാണ്. അപ്പോൾ കണ്ണികളായിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ ചന്തലയിൽ വെച്ചതാണോ? ചന്തല മോഡൽ വന്ന വള്ളിയാണ് ഇപ്പോഴായത്. അപ്പൊ ഇതില് എങ്ങനെ ചെയ്യുന്നതിലാണ് കൂടുതൽ കരുത്തുള്ള വള്ളികളായിട്ട് കിട്ടുന്നത്? അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിലത്ത് കൂടെ പോകുന്നതാണെങ്കിലും പിന്നെ ഇതിന്റെ മോൾ ഭാഗത്തു നിന്ന് വേര് പിടിപ്പിക്കുന്നതാണെങ്കിലും നല്ല സ്പീഡ്. ഇതിനൊക്കെ നല്ല വലിപ്പമുള്ള കാല് വേണം. ചെറിയ കാല് പറ്റില്ല. കാരണം ഇത് ഹൈ സ്പീഡിൽ പോകുന്ന ഒരു ഇനങ്ങളാണ് ഇതെല്ലാം. ഇവിടെ കണ്ടെത്തിയ ഏകദേശം ഇനങ്ങളൊക്കെ സ്പീഡ് കൂടുതലാണ്. അങ്ങനെ കാല് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് കാലാണ് കൂടുതലായിട്ട്? ഇത് ഏകദേശം ഒരു 30 അടി 40 അടി ഹൈറ്റുള്ള മരമായിരിക്കണം. അതിപ്പോ ഏതൊക്കെ മരങ്ങളായിട്ട്? പ്ലാവാണ് നമ്മളെ ഇതിൽ പറയുന്നത്. പ്ലാവാണ് എപ്പോഴും ഉചിതം. നമുക്ക് പ്ലാവാണ് എൻ്റെ അഭിപ്രായത്തില്. മറ്റേ പയ്യാനി ഇവിടെയുള്ള പയ്യാനി നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ഉറപ്പിൽ ധൈര്യത്തിൽ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് കയറി നിൽക്കണമെങ്കിലൊക്കെ പ്ലാവ് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ പെട്ടെന്ന് വളരുന്ന പയ്യാനില്ലേ? പയ്യാനി ഇപ്പൊ നമ്മളും കൊണ്ടുവന്നിട്ടുണ്ട്. പയ്യാനി അവിടുത്തെ പയ്യാനി, ഇടുക്കിയത്തെ പയ്യാനി നമ്മളും കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കത് പിന്നെ എന്താ പറയാ, നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇപ്പൊ തയ്യായിട്ടുള്ളൂ, ഇട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് ആ പയ്യാനി ഒന്ന് കാണിച്ചു കൊടുക്കോ? ഇതാണ് പയ്യാനി. നമ്മൾ 40 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച പയ്യാനിയാണ്. 40 രൂപയ്ക്ക് കിട്ടിയ പയ്യാനിയാണ്. പെട്ടെന്ന് വളരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ കാട്ടുകടുക്കയാണ് പെട്ടെന്ന് വളരെ. കാട്ടുകടുക്കയില് സൂപ്പറാണ്. നമ്മള് കാട്ടുകടുക്കയില് വള്ളി കയറാന് പെട്ടെന്ന് മരം വലിപ്പം. അതേപോലെ കാട്ടുചമ്പകവും പെട്ടെന്ന് വലിപ്പം വെക്കും. അതിനകത്ത് നമുക്ക് വള്ളി കയറ്റാം. പിന്നെ അടിക്കൊമ്പുകൾ കുറച്ച് അത് ശൂലം പോലെ പോകുന്ന തന്നെയാണ് കാട്ടുചമ്പകം. ഈ കാലാണ് ഇവിടെ നമ്മൾ ഇവിടുത്തെ പയ്യാനി കേട്ടോ. വയനാട്ടിലത്തെ പയ്യാനിയാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിപ്പോൾ 2 വർഷമായ ഒരു കൊടിയാണ്. ഇതിലിപ്പം ഈ മഴത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ സൂപ്പർ മുളകായിരുന്നു. ചിക്കൻ സൈറ്റ് വരുന്ന ഒരു മുളകായിരുന്നു. ഇത് പ്ലാവാണ്. പ്ലാവിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് പ്ലാവ്. അതിൻ്റെ അപ്പുറത്ത് മുരിക്കുണ്ട്, പിന്നെ ചെമ്പകുണ്ട്. പയ്യാനിക്കാലം ഇപ്പം ഇട്ടു. അപ്പം തന്നെ നമ്മൾ വള്ളി ഇട്ട് കൊടുത്തു. തിരിയാവുന്നു. ഇതിപ്പോ പയ്യാനിക്കാല് നമ്മള് വെറുതെ കാല് കുഴിച്ചിട്ടതാണ്. എന്നിട്ടാണ് ഇതിപ്പോ തെഴുത്ത് വന്നിട്ടുണ്ട്. അത്രയും ഹൈറ്റിലുള്ള കാല് കുഴിച്ചിട്ടാല് പെട്ടെന്ന് തന്നെ വളർച്ച കൂടുതലാണ് ഇതിന്. അപ്പം നമ്മൾ ഇതൊരു 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ചോല വെട്ടണം. ചോല വെട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ചപ്പ് അടിയിൽ വന്നാൽ നമുക്ക് പിന്നെ നല്ലൊരു ഇതാണ്. കരിയില അടിയിൽ വരികയാണെങ്കിൽ
അപ്പോൾ നമ്മൾ പിന്നെ അധികം പൈസ മുടക്കില്ലാത്തൊരു കൃഷിയല്ലേ. അപ്പോൾ ചപ്പുകളെ കൊണ്ടുള്ളതാണ്. കരിയിലയാണ് ഏറ്റവും വളത്തിൻ്റെ ഇതിൽ നമ്മൾ പറയുന്നത് കരിയില തന്നെയാണ്. പയ്യാനീൻ്റെ ഇല നല്ല പയ്യാനീൻ്റെ ഇല 3 മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതിന് പ്രത്യേകം വളം പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണ്ട, ഇതിലത്തുള്ള വളം തന്നെ മതി, കരിയിലായി കിട്ടുന്നത് പെട്ടെന്ന്. ഇത് കയറുകൊണ്ട് നമ്മൾ കെട്ടിയാണ് പ്ലാവിൻ്റെ തുമ്പ വരെ നമുക്ക് ഇതിൽ കുരുമുളക് കയറിയിരിക്കുകയാണ്. സന്ധ്യയായിപ്പോയി, അപ്പോഴാണ് വീഡിയോസ് എടുക്കുന്നത്. 4ാം വർഷമായ ഒരു കൊടിയാണ്, പയ്യാനിയാണ്. ഇത്രയും ചോലയിലാട്ടോ നിൽക്കുന്നത്, അതികഠിനമായ ചോലയിലാണ് കുരുമുളക് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ കയറെടുത്ത് കെട്ടിയിരിക്കുകയാണ്, വീഴാണ്ടിരിക്കുകയാണ്. നമ്മൾ കയറിയിട്ട് ചപ്പൊക്കെ വെട്ടുമ്പോഴേ 4 വർഷമായിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ ചോല വെട്ടണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? ചോല നമ്മൾ തന്നെ ഒറ്റ കയറി വെട്ടും. പിന്നെ 30 അടീൻ്റെ ഏണിയുണ്ട്. ഇങ്ങനെ ചാഞ്ഞാഞ്ഞ് പോവാണ്. വള്ളീൻ്റെ വെയിറ്റും കുരുമുളക് പൊടിയും വരുമ്പോൾ ചാഞ്ഞാഞ്ഞ് പോകുന്നതുകൊണ്ട് ഇപ്പോൾ പേടിയാണ്. ആദ്യത്തെ ഇത് ഞങ്ങൾ മുരിക്കാണ് ഇട്ടത്, ഇത് മുരിക്കാണ്. മുരിക്കിന് അത്രയും ശക്തിയിൽ താങ്ങാൻ കഴിയൂല. ഇത് കുറെ കഴിയുമ്പോൾ പൊട്ടി കാറ്റൊക്കെ അടിച്ച് നമ്മൾ കയറിൽ കെട്ടി നിർത്തിയിട്ടുണ്ട്, എങ്കിലും ഇത് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഏറ്റവും നല്ലത് പയ്യാനി പ്ലാവാണ് നമ്മൾ നിർദ്ദേശിക്കുന്നുള്ളൂ. നമ്മളതിൽ എത്ര ഐറ്റം ആണെങ്കിലും വിടാം. ഏകദേശം ഒരു കുരുമുളക് വള്ളിയിൽ നിന്ന് ഒരു 30 അടിയൊക്കെ ആണെങ്കിൽ ഒരു 10 കിലോ 8 കിലോ കുരുമുളക് എന്തായാലും ഉണക്ക കുരുമുളക് അതിൽ നിന്ന് കിട്ടും. ഒരു 40 അടി 35 അടിയോളം ഐറ്റ് വരികയാണെങ്കിൽ നമ്മളെ ഉദ്ദേശം അതാണ്. അപ്പോൾ എത്ര ഐറ്റം ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ഏണിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുന്നത്, വേറെ പണിക്കാരൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഇതിങ്ങനെ ആടും. നമ്മൾ ഇതുണ്ടോ കൊടി, ഇത് പയ്യാനിയാണ്. ഇത്രയും ചോലൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇതാ കുരുമുളക്, ഇത്രയും ചോലൻ്റെ ഉള്ളിൽ ഇതാ ഇതാ പയ്യാനിക്കാർ ഞങ്ങൾ ഇട്ട് അപ്പം തന്നെ 1 വർഷം കൊണ്ട് നമുക്ക് ഇതേ രീതിയിലായി കുരുമുളക്. പയ്യാനിക്കാരും പെട്ടെന്ന് വളരും. പയ്യാനി ഇവിടുത്തെ പയ്യാനി 3 പലക പയ്യാനുണ്ട്. ഇതൊരു പൂമരം പോലത്തെ ഒരു പയ്യാനിയാണ്. പിന്നെ ഇടുക്കിയിലൊരു പയ്യാനിയുണ്ട്, അത് 3 വെറൈറ്റിയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്നത് ഇത് 2 വേഗത്തിൽ വളരും. പലക പയ്യാനി മാത്രമാണ് വേഗത്തിൽ വളരാത്തത്. പിന്നെ ഇടുക്കിയത്തെ ആ പയ്യാനും വളരും, ഈ പയ്യാനും വളരും. പെട്ടെന്ന് വലുതായി കാട്ടുചെമ്പകം. ഇപ്പൊ ഞങ്ങൾ അതിന്റെ അടിക്കൊമ്പൊക്കെ വെട്ടി അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് ആ ഓറഞ്ച് ചെമ്പകം ഉണ്ടാവുന്ന ആ ഒരു ചെമ്പകാണോ കാട്ടുചെമ്പകം എന്ന് പറയുന്നത്? വള്ളിയിട്ട് ഇത് മുരിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു കൊടിയാണ്. നല്ലോണം കായ് പിടിച്ചിരിക്കുന്ന ഒരു കൊടിയാണ്. മുരിക്കിൽ അത്യാവശ്യം വള്ളി പടർന്ന് കയറുന്നുണ്ട്. ഇതാണ് ചമ്പകം, വലിയ മരം. ഇതിപ്പോൾ ചമ്പകത്തിൽ ആദ്യം ഒരു പന്നീറായിരുന്നു, പന്നീർ മാറ്റി ഇപ്പോൾ നമ്മൾ വേറൊരു കൊടി ഇട്ടിരിക്കുകയാണ്. കയറുന്നുള്ളൂ, തിരികളിതാ വരുന്നുള്ളൂ. അത് പുതിയ വെറൈറ്റിയാണ് കുരുമുളക്. നമ്മൾ മുരിക്കിന്റെ കാലിലാണ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് സ്റ്റാർട്ടിങ് ആയി. ഇതിന്റെ ഇലകളൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ, അതൊന്നുള്ളൂ. ഒരു ഏകദേശം 4 മാസമായിട്ടുള്ളൂ ഇതിട്ടിട്ട്. 4 മാസം നമ്മൾ വീട്ടിലുണ്ടാക്കിയ കുരുമുളക് അതേ പൊക്കമാകുമ്പോൾ ഒരാളെ പൊക്കമാകുമ്പോൾ കൊണ്ടിട്ടതാണ്. പുതിയ വെറൈറ്റി കുരുമുളക് പേരിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറുതും ഒന്ന് വലുപ്പവും, ഒന്ന് അപാര വലുപ്പവും ഒന്ന് ചെറുതും. നമ്മൾ പയ്യാനിക്കാലിട്ടു, ഇപ്പോൾ വള്ളി കൊണ്ട് വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ പയ്യാനിയാണോ? ഇവിടുത്തെ പലകപ്പയ്യാനല്ല, ഇവിടുത്തെ പയ്യാനി. ഈ പലകപ്പയ്യാനി എന്ന് പറയുന്ന സാധനം എവിടെ? ഏതാ? പലകപ്പയ്യാനി ഇവിടെ അല്ല, ദുർലഭമുള്ളൂ പലകപ്പയ്യാനി. ആണ് ഡോളമെറ്റ്. ഈ ഡോളമെറ്റ് ഉപയോഗിച്ചാൽ കർഷകന് പേടിക്കാനില്ല. ഇത് നമ്മൾ എപ്പോഴൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്? ഇത് നമ്മൾ പുതുമഴ പെയ്യുമ്പോൾ ഇടുക. 1.5 വർഷം ഇട്ടാൽ മതി ഇത്. പക്ഷേ ഇതിന് വില കൂടുതലാണ്.
കുമ്മായാണെങ്കിലും ഡോളോമൈറ്റ് ആണെങ്കിലും മണ്ണിൻ്റെ pH ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോളോമൈറ്റ് എന്ന് പറയുന്നത് ഒരു തരം പാറപ്പൊടിയാണ്. ഈ കുമ്മായത്തിൻ്റെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകും. പക്ഷേ ഡോളോമൈറ്റ് സൂക്ഷ്മജീവികളെ നശിക്കാണ്ട് തന്നെ നമുക്ക് മണ്ണിൻ്റെ pH ലെവൽ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. ഈ ഡോളോമൈറ്റിൽ കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ കുമ്മായത്തിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കുമ്മായത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വള്ളികൾക്ക് അത് എഫക്റ്റ് ചെയ്യും. സൂക്ഷ്മജീവികളും അതിൽ മിത്രകീടങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വള്ളികൾക്കും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഡോളോമൈറ്റ് ഇങ്ങനെ ബോൾ ടൈപ്പിലുള്ള ഡോളോമൈറ്റ് തന്നെ ഉപയോഗിക്കാൻ നോക്കാം. pH ലെവലാക്കാനും ഇതിൽ കാൽസ്യം മഗ്നീഷ്യം ഒക്കെ കറക്റ്റായിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ ഗുളിക പോലെ ഇരിക്കും. ഈ പോകുന്ന ഗുളിക പോലെ ഇതാണ് ഡോളോമൈറ്റിൽ നമുക്ക് ഏറ്റവും കൊടുക്കാൻ ഉചിതം കുരുമുളകിന്. മറ്റേത് നമുക്ക് ഫുള്ളും കുമ്മായ ഇടുകയാണെങ്കിൽ വേര് കൊള്ളും. അതുപോലെ തന്നെ നമുക്ക് കുറേ നഷ്ടപ്പെട്ടു പോകും. ഇത് നഷ്ടപ്പെടാനൊന്നും നല്ല സൂപ്പർ സാധനമാണ്. ഇങ്ങനത്തെ ഇത് കിട്ടണം. അപ്പോൾ നമ്മൾ വള്ളിന്റെ ചുവട്ടിലായിട്ട് എങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത്? വള്ളിന്റെ ചുവട്ടിലേക്ക് എത്ര വലിയ വള്ളിയാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാ ഇത്ര മതി. ഇത്ര അളവിലാണ്. ഇത് ഒരു ഏക്കറിൽ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നത് 125 കിലോഗ്രാം ഒരേക്കർക്ക്. അപ്പൊ നമ്മള് ഇത്രയും കൊടുത്താൽ മതി. വിട്ടിട്ട് റൗണ്ട് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വള്ളിക്ക് കുമ്മായം കൊടുക്കുന്നതിന് പകരമായിട്ടില്ലേ. ഇത് 25 കിലോന്റെ പാക്കറ്റാണ് വരിക. ഇതേപോലെ 25 കിലോന്റെ നമ്മളിത് കാപ്പിക്ക് കൊടുക്കുന്നുണ്ട്. കാപ്പിക്കും കുരുമുളകിനും ഒക്കെ കുരുമുളക് കൊടുക്കാം. കുരുമുളകിന് സൂപ്പറാണ്. ഇത് ഒരു വർഷത്തിൽ അല്ല 1.5 വർഷങ്ങളിൽ ഇട്ടാൽ മതി. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിഷയവുമായി പെപ്കോ പ്ലാന്റ് വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഈ വീഡിയോനെ സംബന്ധിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എന്തായാലും നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.